പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യവും താൽപ്പര്യവും പുതിയ സമൂഹത്തിന് നന്നായി അറിയാം. സമൂഹം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദർശനങ്ങളും എല്ലാ ഖൈറായ ധാർമ്മികമായ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപനം കാണാം. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. എല്ലാ മുസ്ലിമായ എല്ലാ ഓരോ പുരുഷനും മുസ്ലിമായ എല്ലാ ഓരോ സ്ത്രീക്കും ഇൽമ് പഠിക്കൽ അത് ഫർളാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇൽമ് പഠിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇൽമ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ വല്ലാതെ വിളിച്ചോതുന്നുണ്ട്. നല്ല സ്വഭാവങ്ങൾ ശീലിച്ചെടുക്കാൻ, പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ വിജയിക്കാൻ ആവശ്യമായ ഇൽമ് ഒരാൾക്ക് കരഗതമാകുമ്പോഴേ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പക്വത എത്തുമ്പോഴേ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇൽമ് ലഭിച്ചു എന്ന് പറയാൻ സാധ്യമാവുകയുള്ളൂ. ഇസ്ലാമിൽ പൂർവികരായ സ്ത്രീ സമൂഹം എല്ലാ വിഷയത്തിലും പ്രഗത്ഭരും ധാരണയുള്ള വ്യക്തികളുമായിരുന്നു, ആളുകളുമായിരുന്നു. നമുക്ക് എന്തുകൊണ്ടോ എന്നറിയില്ല, ഇടക്കാലത്ത് ഒരു അപജയം വന്നുപോയിട്ടുണ്ടോ എന്ന് നാമൊക്കെ ചിന്തിക്കേണ്ട സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീൻ പഠിച്ച പരിശുദ്ധരായ നക്ഷത്രതുല്യരായ സ്വഹാബത്തെ കിറാമിൽ നിന്നും ദീൻ പഠിച്ച ഒരുപാട് മുൻകഴിഞ്ഞ മഹദിമാർ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ പൊന്നോമന മകളെ തൻ്റെ ക്ലാസ്സിലെ സ്ഥിരം പഠിതാവായ ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ആയ തൻ്റെ അമ്മോശനോട് മരുമകനായ ഈ ചെറുപ്പക്കാരൻ തൻ്റെ പ്രിയതമയോട് പറയുകയാണ്, തൻ്റെ അമ്മോശനായ സഈദ് ബിനുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാണ്, ഇൽമ് പഠിക്കാൻ ഞാൻ പോവുകയാണ്. തൻ്റെ പ്രിയതമയായ സഈദ് ബിനുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പൊന്നോമന മകൾ തൻ്റെ ഭർത്താവായ ഈ ചെറുപ്പക്കാരനോട് പറയുന്നത്, ഇജ്ലിസ് ഹാഹുന, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളൂ. കാരണം എന്താ? ഉഅല്ലിമുക ഇൽമ സഈദിൻ, ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് എന്തൊരു ഇൽമാണോ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്, ആ ഇൽമ് നിങ്ങൾക്ക് ഞാൻ അധ്യാപനം നടത്തിത്തരാം എന്ന നിലയിലേക്ക് ഒരു വനിത മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും സ്ത്രീ സമൂഹം വളരെ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് 4 മക്കളുണ്ടായിരുന്നു. അതിൽ ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കളിൽ പ്രസിദ്ധയായത് ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ശ്രോതാക്കളായ പഠിതാക്കളായ തൻ്റെ മക്കളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അശ്രദ്ധ കാരണം കൊണ്ട് എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയാൽ
തൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലിരിക്കുന്ന തൻ്റെ പൊന്നോമന മകളായ ഫാത്തിമ എന്ന് പറയുന്ന മകൾ കതക് മുട്ടുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് ബോധ്യപ്പെടുകയാണ്, സദസ്സിൻ്റെ ശ്രോതാക്കളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞ ഒരു കാര്യം അത് തെറ്റാണ് എന്നുള്ളത്. ഒരു സദസ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കാൻ പോന്ന അത്രത്തോളം വളരെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്ക് എത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചെടുത്തിട്ടുള്ളത് മൊറോക്കയിൽ ഫാത്തിമത്തുൽ ഫിഹിരിയ എന്ന് പറയുന്ന ഒരു വനിതയാണ്. ഇങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പോരാട്ടങ്ങൾക്ക്, വിദ്യാഭ്യാസപരമായ വിപ്ലവങ്ങൾക്ക് നാന്ദി കുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു പ്രയാണമെന്നോണം ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരുപാട് മഹദികളുണ്ട്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഈജിപ്തിൽ വളരെ വലിയ ദറസ് നടത്തിയിരുന്ന മഹദിയാണ്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ഈ സദസ്സിലെ അംഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടുത്തെ രാജാവ് പട്ടാളത്തെ വെച്ചുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയ കഥ ചരിത്രത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചരിത്രങ്ങൾ ആവർത്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇനിയും നമുക്ക് കഴിയണം, കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിലുള്ള പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർവസൂരികളായ മാതാപിതാക്കൾ, മഹാന്മാരായ ആളുകൾ അവരുടെ മക്കൾക്ക് വെറും ഭക്ഷണവും വെള്ളവും മാത്രമല്ല കൊടുത്തിട്ടുള്ളത്. അവർക്ക് വിദ്യയെന്ന് പറയുന്ന, ഇൽമെന്ന് പറയുന്ന അതിലേറെ ആരോഗ്യമായ ഒരു അറിവ് അവർക്ക് സമ്പാദിക്കാനുള്ള അവസരം കൊടുത്തത് കൊണ്ട് ധാർമ്മികമായ എല്ലാ ഉന്നതികളിലേക്കും അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മൂല്യച്യുതികളിലേക്കും സംഭവിക്കാതെ, അധാർമികമായ ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ, അസഹിഷ്ണുതപരമായ ഒരു സ്വഭാവ നടപടികളിലും ഏർപ്പെടാതെ തൻ്റെ പൂർവികരായ ആളുകൾ തൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാതയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോടും വിഭാവനം ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. ഇവിടെയാണ് ഈ സഹറ അക്കാദമി എന്ന് പറയുന്ന ഈ മഹത്തായ സംരംഭം എല്ലാ ആളുകളിൽ നിന്നും വ്യതിരിക്തമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സഹറ അക്കാദമി, പ്രിയപ്പെട്ട സുഹൃത്ത്, ബഹുമാനപ്പെട്ട ഈ സഹറ അക്കാദമിയുടെ പ്രിൻസിപ്പൽ കൂടിയായ മുഹമ്മദ് മുബശ്ശിർ ഹാഷിമി ഉസ്താദ്, ഞങ്ങൾ ഹാഷിമിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തോന്നിയ ചെറിയ ഒരു ആശയമായിരുന്നു, എന്തെങ്കിലും നൂതനമായ രീതിയിൽ, എന്തെങ്കിലും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും സംവിധാനിക്കണം എന്നുള്ളത്. ആദ്യം ഒരു ഫിഖിൻ്റെ ക്ലാസ്സാണ് തുടങ്ങിയത് എങ്കിലും ബഹുമാനപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ബാദുഷാ തഖാബി ഉസ്താദുമായി ഞങ്ങൾ കാര്യങ്ങൾ സംവദിക്കുകയും ബഹുമാനപ്പെട്ട ഉസ്താദ് കൃത്യമായ ഇതിനൊരു സിലബസ് വേണമെന്നും ആ സിലബസ് പ്രകാരം കൃത്യമായ മൊഡ്യൂളുകളാക്കിക്കൊണ്ട് ക്ലാസുകൾ ടൈം ടേബിൾ തിരിച്ചുകൊണ്ട് എല്ലാം കൃത്യമായി ചിട്ടയോടുകൂടി നടക്കണമെന്നും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേരായ സഹറ എന്നുള്ള ഒരു ബിരുദം കൂടി ഇതിന് നൽകണമെന്നുകൂടി ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സംരംഭവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 100 വനിതകൾ, 100 വിദ്യാർത്ഥികൾ സഹറ എന്ന് പറയുന്ന ഒരു ബിരുദം ഇവിടെ കരസ്ഥമാക്കാനിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ വലിയ ഭാവികളും വലിയ ഉന്നതികളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്ത്രീ എന്ന് പറയുന്നത് ഒരു വീട് നന്നായി കഴിഞ്ഞാൽ നമുക്കറിയാം ആ കുടുംബം നന്നായി, കുടുംബം നന്നായാൽ സമൂഹം നന്നായി, നാട് നന്നായി. ഇങ്ങനെ ധാർമ്മികമായ എല്ലാ വിപ്ലവത്തിനും ഈ സ്ത്രീകൾക്ക് സാധ്യമാകും എന്നുള്ളത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള ഒരു സംരംഭവുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടെ തുടങ്ങി വെച്ചതും ഉദ്ദേശിക്കുന്നതും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും. അർഹമുർ റഹീമായ തമ്പുരാൻ പരമ്പരകളായി ഖിയാമത്ത് നാൾ വരെ
ഈ ഇൽമിൻ്റെ പ്രസരിപ്പുമായി ഇൽമുമായി ശുഗലാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ പ്രത്യേകമായി ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന ഉസ്താദുമാർ മറക്കാൻ കഴിയില്ല. ഇതുവരെയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രചോദനങ്ങൾ നൽകിയ ഒരുപാട് ഉമ്മപെങ്ങന്മാർ, സഹോദരിമാർ, മറക്കാൻ കഴിയാത്ത ഒരുപാട് മുഖങ്ങൾ ഇന്ന് ഖബറിലുണ്ട്. അർഹമുർ-റഹീമായ തമ്പുരാൻ ഈ മജ്ലിസിൻ്റെ മുഴുവൻ സന്തോഷങ്ങളും അള്ളാഹു അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളാക്കിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, പഠനകാലം തൊട്ട് ഇന്ന് വരെ ഭക്ഷണപാനീയങ്ങൾ തന്ന സഹോദരിമാർ, ഉമ്മപെങ്ങന്മാർ പലരും ഖബറിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. ഈ മഹത്തായ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുപാട് സാദാത്യങ്ങൾ നമ്മുടെ സദസ്സിലുണ്ട്. ഒരുപാട് ആളുകളെ അറിയാം, ഒരുപാട് ആളുകളെ അറിയില്ല. എല്ലാവരും പൊരുത്തപ്പെടണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരും വെറുപ്പ് വിചാരിക്കരുത്, ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഏകദേശം കൃത്യം 10:30 മണിക്ക് നമ്മൾ ആരംഭിക്കണമെന്ന് വിചാരിച്ച പരിപാടിയാണ്. പടച്ചറബിൻ്റെ ഖലാ 11-11:15 തുടങ്ങാനായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറിനായിരിക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നല്ല മനസ്സോടുകൂടി ഈ പരിപാടി കഴിയുന്നതുവരെ ഇവിടെ ഇരിക്കാൻ വേണ്ടി നാമൊക്കെ തയ്യാറാകണം. അല്ലാഹു നമ്മയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാ ഹുസൈൻ സഖാഫ് തങ്ങൾ കൂട്ടായി അവറുകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഈ മജ്ലിസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ തങ്ങളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകളെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് സഹറ അക്കാദമിയുടെ പ്രിൻസിപ്പൽ കൂടിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുബഷിർ ഹാഷിം ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിൽ സ്ഥാന വസ്ത്ര വിതരണം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഈ മജ്ലിസിൽ എല്ലാ നിലക്കും നമുക്ക് ആശീർവദിച്ചുകൊണ്ട് സനദ് ദാന പ്രഭാഷണം നടത്തുന്നത് ജാമിയ ഹാഷിമിയ ജനറൽ സെക്രട്ടറിയും സഹറ അക്കാദമിയുടെ ചെയർമാനുമായ ഞങ്ങളെ അഭിവന്യ ഗുരു ബഹുമാനപ്പെട്ട PK ബാദുഷാ സഖാഫി ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവറുകളുടെ അസാന്നിധ്യത്തിൽ ഉസ്താദിനെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ സന്ദേശ പ്രഭാഷണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാഫി ഇംദാദി അൽ റസ്വി കാക്കനാട് ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവരുടെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട കോയദാരിമി മുടിക്കോട്, അതുപോലെ തന്നെ സലീം സാഹിബ് കോപ്പ, നാസർ ഹാജി കാസർഗോഡ്, ബഹുമാനപ്പെട്ട സഹറ അക്കാദമി വൈസ് പ്രിൻസിപ്പാൾ സലാഹുദ്ദീൻ ഇഹ്സാനി ആലത്തിയൂർ, അതുപോലെ തന്നെ സഹറ അക്കാദമിയുടെ വൈസ് ചെയർമാനായ ഹാഫിദ് മുഹമ്മദ് സ്വാദിഖ് സഅദി തിരുനാവായ ഉസ്താദ് അവറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മഹത്തായ ഈ ഒന്നാമത്തെ സെഷനിൽ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ജാമിയ ഹാഷിമിയ മുദരിസ് കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ കുന്നിക്കോയത്തങ്ങൾ അൽ ബുഖാരി അൽ മദനി തങ്ങൾ ഉസ്താദ് എടരിക്കോട് തങ്ങൾ ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെ ഈ സദസ്സിലേക്ക് തങ്ങൾ ഉസ്താദിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇംദാദി അൽ റസ്വി ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് സാദാത്യങ്ങൾ, പണ്ഡിത മഹത്തുക്കൾ എല്ലാവരെയും ഈ മഹനീയമായ സദസ്സിലേക്ക് സ്വന്തം പേരിലും സഹറ അക്കാദമിയുടെ പേരിലും 1000 സ്വാഗതം ഓതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ച് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.